നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ധവളപത്രം ഇറക്കാൻ കുറെ ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിയിട്ട് മറ്റു പണികൾ ചെയ്യുകയായിരുന്നില്ല. തിരക്കേറിയ ദിനങ്ങളിലൂടെ കടന്നുപോയിട്ടും പല സന്ദർശനങ്ങൾക്കും പലയിടങ്ങളിലും പോവേണ്ടിയിരുന്നിട്ടും അതിനിടയിൽ ഉറക്കമിളച്ച് മണിക്കൂറുകൾ ചെലവഴിച്ച് ധവളപത്രം തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മേൽനോട്ടം വഹിച്ചാണ് അത് പൂർത്തിയാക്കിയത്. സതീശൻ അറിയേണ്ട പല കാര്യങ്ങളും ചോദ്യമായി തന്നെ ധവളപത്ര നിർമ്മാണ കമ്മിറ്റിയെ ഏൽപ്പിച്ചു. ധവളപത്രത്തിലെ ഓരോ കണക്കുകളും കൃത്യമായി മനസ്സിലാക്കുകയും സംശയം ദൂരീകരിക്കുകയും ചെയ്ത ശേഷമാണ് ഇതുമായി നിയമസഭയിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ പ്രതിപക്ഷ അംഗത്തിനു പോലും സതീശന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. സതീശന്റെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രസക്തമായ എക്കണോമിക് പേപ്പർ എന്ന നിലയിൽ വേണം അതിനെ കാണാൻ. ഇത് പൂർത്തിയായി അവതരിപ്പിച്ച് അതേക്കുറിച്ചുള്ള വിമർശനങ്ങളുടെ എല്ലാം മുനയൊടിച്ച് സതീശൻ നേരെ പോകുന്നത് ബജറ്റ് നിർമ്മാണത്തിനാണ്. ബജറ്റിലും സതീശന് സ്വന്തം കയ്യൊപ്പ് വേണം എന്ന് നിർബന്ധമാണ്. ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്നതും രാഷ്ട്രീയക്കാർ ആവശ്യപ്പെടുന്നതും അതേപടി ചെയ്യാനല്ല സതീശൻ ബജറ്റ് അവതരിപ്പിക്കുന്നത്. മന്ത്രിമാരോട് മാത്രമല്ല MLA മാരോടും എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ നിശ്ചിത സമയത്തിനുള്ളിൽ നൽകണമെന്ന് സതീശൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. കാരണം സതീശൻ ഏറ്റെടുത്തിരിക്കുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. പിണറായി സർക്കാർ 3 ഇരട്ടിയാക്കിയ 5 ലക്ഷം കോടിയിൽ അധികം രൂപ വരുന്ന പൊതുകടം മാത്രമല്ല, അടിയന്തരമായി കൊടുത്തുവീട്ടേണ്ട ഏതാണ്ട് 50,000-ഓളം കോടി രൂപയും തനത് വർഷത്തെ സാമ്പത്തിക ബാധ്യതകൾക്കൊപ്പം വി ഡി സതീശൻ സർക്കാർ കണ്ടെത്തണം. കൊടുക്കാനുള്ള പണം കൊടുത്തു തീർക്കാതെ പുതിയ പദ്ധതികളിലേക്ക് ഇറങ്ങാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രി വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നറിയാൻ ഏക വഴി എങ്ങനെയാണ് അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുന്നത് എന്നതാണ്. ഇതിനു മുമ്പുള്ള മുഖ്യമന്ത്രിമാരിൽ നിന്നും സതീശനെ വ്യത്യസ്തനാക്കുന്നതും സാമ്പത്തിക കാര്യത്തിലെ ആസൂത്രണ വൈഭവം തന്നെയാണ്. ജൂൺ 19 അവതരിപ്പിക്കുന്ന ബജറ്റിൽ അത്ഭുതം ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് സതീശൻ പറയുന്നത് വെറുതെയല്ല. പക്ഷെ അത് അത്ര എളുപ്പത്തിൽ ഡെലിവറി ചെയ്യുക അസാധ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ പാഴ്ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക. പിണറായിയുടെ കാലത്ത് ലോക സമാധാന സമ്മേളനം നടത്താൻ വേണ്ടി വരെ നമ്മുടെ നികുതി പണം എടുത്ത് ചെലവഴിച്ച ആ കാലം ഇനി ആവർത്തിക്കില്ല. ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ പാഴ്ചെലവുകൾ വെട്ടിക്കുറയ്ക്കും. പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ കാലത്ത് കേന്ദ്രം കൊടുത്തിരുന്ന 2 ആനുകൂല്യങ്ങൾ ഇക്കുറി ഉണ്ടാവില്ല. ഒന്നാമത്തേത് GST നഷ്ടപരിഹാരമില്ല എന്നതാണ്. ഏതാണ്ട് 50,000 കോടി രൂപയാണ് GST നഷ്ടപരിഹാരമായി പിണറായി സർക്കാർ കേന്ദ്രത്തിൽ നിന്നും അധിക വരുമാനമായി കൈപ്പറ്റിയത്. രണ്ടാമത്തേത് കടമെടുപ്പ് പരിധി കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. കേന്ദ്രത്തെയും CAG-യെയും പറ്റിച്ചുകൊണ്ട് പിണറായി സർക്കാർ വാങ്ങിക്കൂട്ടിയ കിഫ്ബി കടമൊക്കെ കേരളത്തിന്റെ കടത്തിന്റെ ഭാഗമാക്കിയതോടെ കടം വാങ്ങാനുള്ള വിഹിതം പോലും കുറഞ്ഞു പോയിരിക്കുന്നു. ഇതുവരെ നമ്മൾ കണ്ടുപരിചയിച്ച ബജറ്റോ സാമ്പത്തിക ആസൂത്രണമോ ആയിരിക്കില്ല സതീശൻ്റെത്. ആദ്യ ബജറ്റിൽ തന്നെ ഈ വിപ്ലവത്തിന് തുടക്കമിടും. സാധാരണഗതിക്ക് ഒരു ബജറ്റിന്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്രയുണ്ട്, ആളുകൾക്ക് നേരിട്ട് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ സതീശൻ ദീർഘകാലത്തേക്ക് സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള പദ്ധതികളായിരിക്കും പ്രഖ്യാപിക്കുക. ഒപ്പം തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ ഗ്യാരണ്ടികൾ നടപ്പിലാക്കാനുള്ള ശ്രമവും ഉണ്ടാവും. സംസ്ഥാനത്തെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശന് ബഹുമുഖ പദ്ധതികളാണുള്ളത്. അതിലേറ്റവും ആദ്യത്തേത് സംയോജനവും പുനർനിർമ്മാണവുമാണ്. എന്ന് വെച്ചാൽ പല വകുപ്പുകളും ഒരുമിപ്പിക്കും, പല വകുപ്പുകളും ഇല്ലാതാക്കും. കോർപ്പറേഷനുകളും ബോർഡുകളുമായി നിരവധി വെള്ളാനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവ സമാനമായി പ്രവർത്തിക്കുന്നവ കണ്ടെത്തി അവയെല്ലാം സംയോജിപ്പിക്കും. യുവജന ബോർഡും യുവജന കമ്മീഷനും ഒരുപോലെ പ്രവർത്തിക്കേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ അനാവശ്യമായി വെള്ളാനകളായി മാറിയിരിക്കുന്ന പലതും ഒരുമിപ്പിക്കുകയും ചിലതിനെ പുനർവിന്യസിക്കുകയും ചിലതിനെ ഇല്ലാതാക്കുകയും ചെയ്യും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്ന് ബെവ്കോയും സപ്ലൈകോയും ഒരു കോർപ്പറേഷൻ ആക്കുന്നതാണ്. സപ്ലൈകോ അവശ്യ സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ അടക്കം മനുഷ്യജീവിതത്തിന് ആവശ്യമായ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന സ്ഥാപനമാണെങ്കിൽ ബെബ്കോ മദ്യവിൽപ്പനശാലയാണ്. ബെബ്കോ വലിയ ലാഭമുണ്ടാക്കുന്നു, എന്നാൽ സപ്ലൈകോ വലിയ നഷ്ടമുണ്ടാക്കുന്നു. ബെബ്കോയുടെ ലാഭത്തിന് സർക്കാർ അധിക നികുതി അടയ്ക്കേണ്ടി വരുന്നു. അതേസമയം ഒരിക്കലും ലാഭമുണ്ടാക്കാത്ത നഷ്ടം മാത്രമുണ്ടാക്കുന്ന സപ്ലൈകോയുടെ ബാധ്യത പെരുകി വരുന്നു. രണ്ടും ഒരു കോർപ്പറേഷന് കീഴിലാക്കി 2 ശാഖകളാക്കി മാറ്റിയാൽ രണ്ടിൻ്റെയും വരവ് ചെലവ് കണക്കുകൾ ഒന്നാക്കാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ബാബ്കോയുടെ അമിത ലാഭവും അതിന് പേരിൽ അടയ്ക്കുന്ന നികുതിയും ഇല്ലാതാവുകയും ആ നികുതി സപ്ലൈകോയുടെ നഷ്ടത്തിൽ കിഴിക്കുകയും ചെയ്യാൻ പറ്റും. ഇത്തരത്തിൽ ഒറ്റയടിക്ക് ബെബ്കോയെ ഉപയോഗിച്ചുകൊണ്ട് സപ്ലൈകോയെ രക്ഷിച്ചെടുക്കുകയും താഴത്തെ തട്ടിലെ മനുഷ്യർക്ക് വില കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയായിരിക്കും ആദ്യം നടപ്പിലാക്കുക.
ഏതാണ്ട് 4000 കോടി രൂപയുടെ സഞ്ചിത കടമാണ് ഇപ്പോൾ സപ്ലൈകോയ്ക്കുള്ളത്. വൈദ്യുതി മേഖലയിലായിരിക്കും അടുത്ത പരീക്ഷണം നടത്തുക. 35,149 കോടി രൂപയാണ് KSEBിയുടെ സഞ്ചിത നഷ്ടം. ഈ നഷ്ടം പെരുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ നഷ്ടം കുറയ്ക്കണമെങ്കിൽ തീർച്ചയായും വലിയ അഴിച്ചുപണി ആവശ്യമാണ്. വളരെ മികവുറ്റ പ്രൊഫഷണലുകളെ 3 മുതൽ 5 വർഷം വരെ വൈദ്യുതി ബോർഡിന്റെ ചുമതല ഏൽപ്പിക്കും. വൈദ്യുതി ബോർഡ് അംഗങ്ങളെ രാഷ്ട്രീയക്കാരടക്കമുള്ളവരെ ഒഴിവാക്കി വിദഗ്ധരെ കൊണ്ടുവരും. വൈദ്യുതി വിതരണവും നിർമ്മാണവും 2 മേഖലകളിലാക്കി അവിടുത്തെ വീഴ്ചകൾ, പ്രസരണ നഷ്ടം കുറയ്ക്കും. വലിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കാൻ എളുപ്പത്തിൽ വൈദ്യുതി നിർമ്മാണ സംവിധാനങ്ങളിലേക്ക് മാറും. സൗരോർജവും ആണവോർജവും ഒക്കെ വഴികളായി തെരഞ്ഞെടുക്കും. KSEB അങ്ങനെ തന്നെ പൊതുമേഖലയിൽ നിർത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയ്ക്കും വൈദ്യുതി നിർമ്മാണവും വിതരണവും ചെയ്യാൻ അവസരമൊരുക്കി കൊടുക്കും. അങ്ങനെ KSEBിയുടെ കുത്തക ഇല്ലാതാക്കി കാര്യക്ഷമമാക്കി മത്സരബുദ്ധിയോടെ ലാഭത്തിലേക്ക് കൊണ്ടുപോവുകയായിരിക്കും ലക്ഷ്യം. അടുത്ത അഴിച്ചുപണി നടത്തുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ്. 78,851 കോടി രൂപയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സേവന മേഖലയിൽ ഉള്ളവയൊഴികെ ഒട്ടുമിക്കതിനെയും പുനർവിന്യാസത്തിന് പഠനവിധേയമാക്കും. സേവന മേഖലയിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ അതേപടി നിലനിർത്തുകയും സബ്സിഡി കൊടുത്ത് സംരക്ഷിക്കുകയും ചെയ്യുമ്പോൾ നിർമ്മാണ മേഖലയിലുള്ള അവശ്യ വസ്തുക്കളല്ലാത്തവയൊക്കെ അടച്ചുപൂട്ടുകയോ വിൽക്കുകയോ സ്വകാര്യവൽക്കരിക്കുകയോ ചെയ്യാനായിരിക്കും പദ്ധതി. ആദ്യം ഇവ വിൽപ്പനയ്ക്ക് വിൽക്കും. ആവശ്യക്കാരില്ലെങ്കിൽ അടച്ചുപൂട്ടും. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയ നഷ്ടം ഇരട്ടിയായെന്നോർക്കണം. പിണറായി വിജയൻ സർക്കാരിന്റെ വ്യവസായ വകുപ്പ് ഇടയ്ക്കിടെ പുറത്തുവിടുന്ന കണക്കുകളിൽ ലാഭത്തിന്റെ കണക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് വാസ്തവമാണെങ്കിലും സത്യത്തിൽ സംഭവിച്ചത് അങ്ങനെയല്ല. ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കുന്ന KSRTC, KSEB, കേരള വാട്ടർ അതോറിറ്റി, ഇവ 3ഉം പുതുക്കി പണിയും. KSRTCയുടെ സഞ്ചിത നഷ്ടം 19,820.63 കോടിയാണ്. തമിഴ്നാട് മോഡലിൽ അഴിച്ചു പണിത് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക സമിതിയെ തന്നെ നിയോഗിക്കും. വാട്ടർ അതോറിറ്റിയെ അഴിച്ചു പണിയുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം കൊടുക്കുകയും ചെയ്യും. വെള്ളക്കര കുടിശ്ശിക അടക്കമുള്ളവ പിരിച്ചെടുക്കാൻ നടപടികൾ ആരംഭിക്കും. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതി പൂർണ്ണമായും തുടച്ചു നീക്കുകയും അത് മര്യാദയ്ക്ക് നടത്താൻ കഴിയുന്നില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയോ സ്വകാര്യ വ്യക്തികളെയോ ഏൽപ്പിക്കുകയും ചെയ്യും. കോടാനുകോടിയുടെ ഭൂമിയും സ്വത്തുക്കളുമുള്ള ഹൗസിംഗ് ബോർഡ് ഇപ്പോഴും 702.39 കോടി നഷ്ടത്തിലാണ്. ഹൗസിംഗ് ബോർഡിന്റെ ആവശ്യമുണ്ടോ എന്ന് പുനർവിചിന്തനം നടത്തുകയും അത് സ്വകാര്യവൽക്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. കിഫ്ബി ഇല്ലാതാക്കാൻ പദ്ധതിയിടുന്നില്ലെങ്കിലും കിഫ്ബിയുടെ പേരിലുള്ള തട്ടിപ്പ് അവസാനിപ്പിക്കും. കിഫ്ബിയെ കുറിച്ച് പഠനങ്ങൾ നടത്തി ആവശ്യമാണെങ്കിൽ മാത്രം നിലനിർത്തും. പെൻഷൻ പ്രായം 60 ആക്കുക വഴി വർഷം തോറും 6000 കോടി ലാഭിക്കാൻ കഴിയും. അതുവഴി 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തുക എന്ന രീതി നടപ്പിലാക്കാൻ കഴിയും. പെൻഷൻ പ്രായം വർദ്ധിക്കുന്നതോടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ എതിർപ്പിന് മറികടക്കാൻ കഴിയും. അതേസമയം ചെറുപ്പക്കാർ അസ്വസ്ഥരാവാതിരിക്കാൻ ഒഴിവുകൾ കണ്ടെത്തി കൃത്യമായി റിക്രൂട്ട്മെന്റ് നടത്തും. പുതിയ സാമ്പത്തിക വഴികൾ കണ്ടെത്തുകയാണ് സതീശന്റെ സ്വപ്ന പദ്ധതികൾ. വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റും. ഏകജാലക സംവിധാനത്തിലൂടെ ആർക്ക് വേണമെങ്കിലും എന്ത് വ്യവസായവും എന്ത് ബിസിനസ്സും ചെയ്യാം. ഉദ്യോഗസ്ഥന്മാരുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേക പദ്ധതികൾ കൊണ്ടുവരും. പണം നിക്ഷേപിക്കുന്നവരെ അങ്ങോട്ട് പോയി സഹായിക്കേണ്ട ബാധ്യത ഉദ്യോഗസ്ഥർക്കുണ്ടാക്കും. സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല. അത്തരം സാഹചര്യമുണ്ടായാൽ നടപടി കർശനമാക്കും. സമുദ്ര സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രധാന അജണ്ട. വിഴിഞ്ഞം പദ്ധതിയെ വിപുലപ്പെടുത്തുക മാത്രമല്ല പൊന്നാനി കേന്ദ്രമാക്കി വലിയൊരു തുറമുഖത്തിന് കൂടി രൂപം കൊടുക്കും. അഴീക്കലടക്കം കേരളത്തിലെ ഒട്ടുമിക്ക തുറമുഖങ്ങളും പുനർനിർമ്മിച്ച് കയറ്റിറക്കുമതികൾ മാത്രമല്ല സമുദ്ര ഗതാഗതത്തിനും വലിയ പ്രാധാന്യം കൊടുക്കും. ഏറ്റവും അധികം സമ്പത്തുണ്ടാക്കാൻ VD സതീശൻ കണ്ടെത്തിയിരിക്കുന്നത് സമുദ്രമേഖലയാണ്. അതിനുവേണ്ടി അദാനിയെ തന്നെ കൂട്ടുപിടിക്കും. VD സതീശൻ ഇത്തരം പരിഷ്കാരങ്ങൾ ജനങ്ങൾ ഹൃദയങ്ങളിലേക്ക് അടിച്ചു കയറുമ്പോൾ പല സാമ്പ്രദായിക സംവിധാനങ്ങളെയും തച്ചുടയ്ക്കുമ്പോൾ സ്വാഭാവികമായും ഗുണ്ടയെ പോലെ പിണറായിയും കൂട്ടരും രംഗത്തിറങ്ങും. പൊതുമേഖലയെ സംരക്ഷിക്കാൻ എന്ന വ്യാജേനെ പിണറായിയും കൂട്ടരും സമര കോലാഹലങ്ങൾ ഉണ്ടാക്കും. പെൻഷൻ പ്രായം കൂട്ടിയാൽ യുവജനങ്ങളെ ഇറക്കി നേരിടും. അങ്ങനെ കേരളത്തിൽ അങ്ങോളം പരമ്പരാഗത സമര രീതികളുമായി CPI രംഗത്ത് വരുമ്പോൾ കൂസാക്കാതെ എല്ലാ പരിഷ്കാരങ്ങളുമായി സ്വകാര്യവൽക്കരണവുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് സതീശന്റെ തീരുമാനം. വരാൻ പോകുന്നത് മഹായുദ്ധത്തിന്റെ നാളുകളാണ്. പിണറായിയും VD സതീശനും നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന നാളുകൾ. ആ യുദ്ധത്തിൽ വിജയിക്കാൻ പരമ്പരാഗത രാഷ്ട്രീയം പുലർത്തുന്ന പിണറായി വിജയന് കഴിയില്ല. നവരാഷ്ട്രീയ രംഗത്തെത്തുന്ന VD സതീശനൊപ്പമായിരിക്കും പൊതുസമൂഹമെന്ന് തീർച്ച.